അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റയുടെ എൻ ലൈൻ എന്ന് പറഞ്ഞുള്ള വേരിയന്റിന്റെ കൂടെയായിട്ടാണ് നമ്മൾ നിൽക്കണേ. മഴയാണ്, അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഏറ്റവും പുതിയ ചുണക്കുട്ടിട്ടാണ് നമ്മുടെ ഹുണ്ടായ ക്രെറ്റ എൻ ലൈൻ എന്ന് പറഞ്ഞുള്ള ഏറ്റവും പുതിയൊരു സ്പോർട്ടി ടൈപ്പ് വേരിയന്റ് കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ക്രെറ്റ. ഈ ക്രെറ്റയിൽ നിന്നും ഹുണ്ടായി എൻ ലൈനിലേക്ക് മാറുമ്പോൾ ഉണ്ടല്ലോ, ക്രെറ്റ എൻ ലൈനിലേക്ക് മാറുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഗംഭീര മാറ്റങ്ങളാണ് ഈ തവണ എൻ ലൈനിൽ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇതാണ് നോർമൽ ക്രെറ്റയുടെ ഇന്റീരിയർ. ഇതൊക്കെ ഫുള്ള് വൈറ്റ് സ്റ്റോൺ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് എവിടെയും റെഡ് ലൈൻസ് കാണാൻ സാധിക്കില്ല. കണ്ട, ഈ ഫുൾ ഇന്റീരിയറിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എൻ ലൈനിലേക്ക് എത്താം. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ അലോവീൽസും കാണിച്ചുതരാം, ബാക്കി എല്ലാ ഭാഗങ്ങളും കാണിച്ചുതരാം. അലോവീൽസിൻ്റെ സെൻറ്ററിലൊക്കെ ഹുണ്ടായുടെ ലോഗോ വരുന്നത്. നമ്മുടെ എൻ ലൈനിലേക്ക് എത്തി. നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു കണക്റ്റഡ് DRL കാണാൻ സാധിക്കും. വൈറ്റ് കളറാണ് വരുന്നത്. ഇത് 2 വേരിയന്റുകളായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് N8 എന്ന് പറഞ്ഞുള്ള ഒരു വേരിയന്റും പിന്നെ N10 എന്ന് പറഞ്ഞുള്ള വേരിയന്റും. നമ്മളിപ്പോൾ നോക്കുന്നത് N10 ആണ്. പിന്നെ എവിടെയൊക്കെയോ നമ്മുടെ എക്സ്ട്രൻ്റെ ഒരു രൂപം ഉണ്ടെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഹെഡ്ലൈറ്റിൻ്റെ ക്വാളിറ്റി എല്ലാം നല്ല പ്യുവർ വൈറ്റ് ആണ്, ഒരു മിൽക്കി വൈറ്റ് ആണ്. ഒരു പ്രത്യേക തരം പുതിയ ഗ്രില്ലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഹുണ്ടായുടെ ലോഗോ, പിന്നെ ഒരു N ലൈൻ്റെ ബാഡ്ജിങ് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതാണ് ഫ്രണ്ടിലത്തെ ഗ്രില്ലും കാര്യങ്ങളും വരുന്നത്. താഴെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. ഇതാണ് എൻ ലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഈ റെഡ് ലൈൻ. ആ ലൈൻ ഇങ്ങനെ വണ്ടിയുടെ ചുറ്റിലും കാണാൻ സാധിക്കും. പിന്നെ അഡാസിൻ്റെ ഒരു റഡാറും കാര്യങ്ങളും ഫ്രണ്ടിലും വരുന്നുണ്ട്. ആ ബമ്പർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആ റെഡ് കളർ കാണാൻ സാധിക്കും. നോർമൽ ക്രെറ്റയിൽ നിന്നും എൻ ലൈനിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി ക്യൂട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ വശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ആ റെഡ് ലൈൻ ഫുള്ള് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ടയറിലെ അലോയ് വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത അവിടെയും കാണാൻ സാധിക്കും. 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. പ്ലസ് റെഡ് കാലിപ്പേഴ്സും വരുന്നുണ്ട്. മെക് പേഴ്സൺ സ്ട്രക്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. ആ റെഡ് ലൈൻ ആയിട്ട് ഈ വാഹനത്തിന്റെ ഒരു കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല ഈ ബ്ലാക്ക് വെഹിക്കിളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെഡ് ഇഷ്ടമായത്. പിന്നെ ആ ഡിസ്ക് ബ്രേക്കിന്റെ കാലിപ്പേഴ്സിലും റെഡ് കളർ കാണാൻ സാധിക്കും. നല്ല ക്യൂട്ടായിട്ടില്ലേ, ഒരു സ്പോർട്ടി ടച്ച് വരുന്നില്ലേ പല ഭാഗങ്ങളിലും, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻ ലൈൻ്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാമറ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്, മിററിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ മിററാണ് വരുന്നത്. ആ വണ്ടിയുടെ ആ ഒരു ക്യൂട്ട്നെസ്സും അതേപോലെ തന്നെ ആ ബ്ലാക്ക് കളറിൻ്റെ ഗ്ലോസിനെസ്സും നോക്കി അടിപൊളിയായിട്ടില്ലേ. മുകളിൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാൻ സാധിക്കും. അതും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓവർലോഡ് കൊടുക്കല്ല എന്നുള്ള ഒരു വാണിങ്ങും കാണാൻ സാധിക്കും. 50 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്ക് ടയറിലേക്ക് വരുമ്പോൾ നമുക്ക് കപ്പിൾഡ് ടോർഷൻ ബീമാണ് ബാക്കിലത്തെ സസ്പെൻഷൻ വരുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ വാഹനം ഇറക്കിയേക്കുന്നത്. ആ റെഡ് ലൈൻ ഇവിടെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു ബമ്പറിലേക്ക്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോർമൽ ക്രെറ്റയിൽ നിന്നും എൻ ലൈനിലേക്ക് മാറുമ്പോൾ ആ ബമ്പറും അതുപോലെ തന്നെ ടെയിൽ ലാമ്പിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഷാർപ്പ് ആൻറ്റിന കാണാം. അതുപോലെ തന്നെ ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന നമ്മുടെ സ്പോയിലേഴ്സ് കാണാൻ സാധിക്കും. കണ്ട, ഇത് നോർമൽ ക്രെറ്റയിൽ നിന്നും ഒരുപാട് വ്യത്യാസമാക്കിയിട്ടാണ് ചെയ്തേക്കണത്. അവിടെ നമ്മുടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ വൈപ്പർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് വരുന്നത്. ഇതിനു മുമ്പുള്ള സെയിം ക്രെറ്റയിലുള്ളതാണ്, എന്നാലും ചെറിയൊരു മാറ്റം ഞാൻ കാണിച്ചു തരാം. ആ സെൻറ്ററിൽ ലോഗോ ഇലിമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. താഴെ റൈറ്റ് സൈഡിലായിട്ട് എൻ ലൈൻ എന്നുള്ള ബാഡ്ജിങ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. താഴ്വശത്തായിട്ടാണ് നമ്മുടെ റിവേഴ്സ് ലാമ്പ് അവർ ഫിക്സ് ചെയ്തതാണ്, കണ്ടില്ലേ. ഈ ഒരു ഭാഗത്താണ് റിവേഴ്സ് ലാമ്പ്. അത് മാത്രമല്ല ഡുവൽ എക്സോസ്റ്റ്, ഇതാണ് അതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോർമൽ ക്രെറ്റയിൽ സിംഗിൾ എക്സോസ്റ്റ് ആയിരുന്നു, ഇത് ഡുവൽ എക്സോസ്റ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ടിൽ ചെറിയൊരു മാറ്റം കൂടെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ടോട്ടലി ഡിഫറെൻ്റ് ഒരു ഫീലാണ് കിട്ടുന്നത്. ഡമ്മി അല്ല കേട്ടോ, ഇത് റിയൽ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ കാഴ്ചകളിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും വന്നേക്കുന്നത്. അപ്പോൾ വാഹനം എങ്ങനെയുണ്ട്, ടോട്ടലി ചേഞ്ച് ആയിട്ടില്ലേ. ഇത് ഹൈ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഹൈ റോഡ് പ്രസൻസ് ആട്ടാ. നമുക്കിനി ഇൻറ്റീരിയർ മാറ്റങ്ങൾക്കും കാര്യങ്ങളും എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി വെക്കാം തുറന്നിട്ട്. ഇവിടെ നമുക്കൊരു സ്വിച്ചൊക്കെ ഉണ്ട് ഡോറ് തുറക്കാനായിട്ട്. നമുക്ക് അകം നോക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ടോട്ടലി ഒരു ബ്ലാക്ക് വിത്ത് റെഡ് ടോൺ ആയിട്ടുണ്ട്. അതായത് ഫുള്ള് ബ്ലാക്കും റെഡ് ലൈൻസും. അതാണല്ലോ എൻ ലൈൻ്റെ പ്രത്യേകത. നമുക്ക് അകത്ത് കയറിയിട്ട് തന്നെ ടോട്ടൽ മാറ്റങ്ങൾ നോക്കാം. ആദ്യം നമ്മുടെ സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സീറ്റ് വരുമ്പോൾ ഫുള്ളി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഒരു റെഡ് ലൈൻ പാസ് ചെയ്ത് പോകുന്നത് എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആ സീറ്റിൻ്റെ ആ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഇത് കണ്ട, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ലെതർ സീറ്റ് ഈ വട്ടം വന്നേക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ആ എൻ ലൈൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും കാണാൻ സാധിക്കും നിങ്ങൾക്ക്. സ്റ്റിച്ചിങ് ഒക്കെ കണ്ട
ക്വാളിറ്റി ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു ലക്ഷറി ഫീലായിട്ടാണ് വാഹനം കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം ക്രെറ്റയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. ഹുണ്ടായിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ നിൽക്കുന്നതും ക്രെറ്റയ്ക്കാണ്. നമ്മുടെ ഈ ഭാഗത്തായാലും അതെ, ഒരു ബ്ലാക്ക് കളർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ വാഹനത്തിൻ്റെ പവർ വിൻഡോൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കീയിലെല്ലാം നോർമൽ കീസാണ് വരുന്നത്. ഇതിന് മുമ്പുള്ള ക്രെറ്റയിലുള്ള കീസാണ് വരുന്നത്. അതിലൊരു റെഡ് ലൈൻസോ എൻ ലൈൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും കീയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കമ്പനി. അപ്പോൾ ഇതാണ് കീൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഇനി വാഹനത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അതും നമ്മുടെ ലെതർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയ മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കീ വെക്കണം. ഇനി മാറ്റങ്ങൾ നോക്കാം നമുക്ക് സ്റ്റിയറിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. ആദ്യം സ്റ്റിയറിങ്ങിൻ്റെ താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു എൻ ലൈൻ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അത് മാത്രമല്ല സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയേ, ഈ ഒരു ഭാഗത്തിൻ്റെ താഴ്വശത്താണ് എൻ ലൈൻ്റെ ബാഡ്ജിങ് വന്നേക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, അതും ആ ഒരു റെഡ് കളറുള്ള രീതിക്കാണ് അതും സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. അതുമാത്രമല്ല കണക്റ്റഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. പിന്നെ നമ്മുടെ ലൈൻ ഡിപ്പാർച്ചർ, ലൈൻ അസിസ്റ്റും കാര്യങ്ങളുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡാഷ്ബോർഡിൽ പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല AC-യുടെ സെൻറ്ററിലുള്ള ഒരു റെഡ് ലൈൻ കണ്ടോ. ഇനി നമ്മുടെ നോർമൽ ക്രെറ്റയിലാകുമ്പോൾ സിൽവർ കളറിലുള്ള ഒരു ലൈൻസ് ആണ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നത്. അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ ചുറ്റിലും ഞാൻ പറഞ്ഞു റെഡ് ലൈൻസ്. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ പുഷ് സ്റ്റാർട്ടാണ് വരുന്നത് നോർമൽ. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും, ഓട്ടോ ഹോൾഡ്, അത് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഓട്ടോ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് വാഹനത്തിൻ്റെ നല്ല അടിപൊളി സിനിമാറ്റിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയില്ലേ. നമുക്ക് ഈ സ്ക്രീനിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് മാറും. എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ആക്കുമ്പോൾ മാറും. പിന്നെ ഇവിടെ പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലൈൻ ഡിപ്പാർച്ചർ, ലൈൻ അസിസ്റ്റൻ്റ്, അഡാസിൻ്റെ സംതിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സെൻട്രൽ ഹോൺ. ഈ ഒരു ഭാഗത്ത് ഡ്രൈവർക്ക് മിറർ ഇല്ല കേട്ടോ നോർമലായിട്ട്. പിന്നെ ഫുള്ള് ബ്ലാക്ക് ടോണാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ലൈറ്റിൻ്റെ സ്വിച്ച് വൈറ്റ് ലൈറ്റാണ് വരുന്നത്. പിന്നെ നോർമൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൻട്രലാണ് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഭാഗം സ്വിച്ച് വരുന്നത്. പനോറമിക് സൺറൂഫാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെയാണ് സൺറൂഫ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ആ ഗ്ലാസ്സും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇത് നമ്മുടെ കൂടുതൽ കേരള ടൂറിസത്തിനൊക്കെ ഹെൽപ്ഫുള്ളാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറ് പോകുമ്പോഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല വൈഡായിട്ട് കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് സൺറൂഫൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അടിപൊളിയായിട്ടില്ലേ. അതും നല്ലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിൽ ബ്ലാക്ക് ടോണാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അത് മാത്രമല്ല ആ റെഡ് ലൈൻസും നല്ല ഒരു ക്യൂട്ട്നെസ് പ്ലസ് ഒരു സ്പോർട്ടി ടച്ചും റോട്ടിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ SOS ഒരു സ്വിച്ച് വരുന്നുണ്ട്. ബി കോളിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. എയർ ബാഗ്സിൻ്റെ ഒരു ചിഹ്നം അവിടെ ബാഡ്ജിങ് വരുന്നുണ്ട്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അത് മാത്രമല്ല ബ്ലൂ ലിങ്ക് കണക്റ്റഡ് ഐറ്റംസും ആപ്സും കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റത്തിലും കാണാം. ഡുവൽ സോൺ AC ക്ലൈമറ്റ് ആണ് വാഹനത്തിൽ വരുന്നത്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും നമുക്ക് ഇഷ്ടാനുസരണം ക്ലൈമറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചത് എങ്ങനെ ഓണാക്കിയിട്ട് കണ്ട. ഇത് കോ ഡ്രൈവറിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് 19 എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ലോയിൽ വേണമെങ്കിൽ ലോ സെറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഓരോരുത്തർക്ക് ഇപ്പോൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇത് ഡ്രൈവറിൻ്റെ സൈഡാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ആ ഒരു സോൺ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ആ ക്ലൈമറ്റ് വരുന്നത്. ഇനി വേണേൽ ചൂടാക്കണേ ചൂടാക്കാം. എന്തായാലും ഒരുപാട് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലും കാണാൻ സാധിക്കും. താഴെ ചാർജിങ് സംവിധാനം വരുന്നുണ്ട്. വയർലെസ് ചാർജിങ്ങും അവൈലബിൾ ആണ്. പിന്നെയാണ് ഏറ്റവും ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് പറയുന്ന പോലെ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഭംഗി. ഇവിടെയാണ് ഡ്രൈവ് മോഡ് കേട്ടോ. കാരണം ഡ്രൈവ് മോഡ് മാറ്റുമ്പോൾ ക്ലസ്റ്റർ മൊത്തം റെഡായി. സ്പോർട്സ്, നോർമൽ, എക്കോ. ഇതാണ് പെഡൽസ് എല്ലാം നമുക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു സ്പോർട്ടി ടച്ച് അതിലും മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ നോബാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അടുത്തതായിട്ട് വരുന്നത്. റിവേഴ്സ് ഇടുമ്പോൾ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ ആ വ്യൂവും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ട ഇതാണ് 360. ഇങ്ങനെയുണ്ട്. ആ ഒരു രസം ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടില്ലേ. വാഹനത്തിൻ്റെ ആ സെയിം ഭംഗി തന്നെയാണ് കാർട്ടൂൺ ചെയ്തിട്ട് ഇതിൽ സ്ക്രീനിൽ വന്നാണ്. പക്ഷേ വാഹനത്തിൽ ഇത് കാണുമ്പോൾ നോർമൽ ക്രെറ്റയുടെ ആ ഒരു ഫേസാണ് 360 ഡിഗ്രി ക്യാമറയിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല സ്പോർട്സ് ഡ്രൈവ് മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതെങ്ങനെ ഇടാന്ന് വെച്ചാൽ ഡ്രൈവിലേക്ക് ആദ്യം ഇട്ടിട്ട് റൈറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗിയർ ഒന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സായി. പിന്നെ ജസ്റ്റ് പ്ലസ് മൈനസ് അത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ പെട്രോൾ കൺസപ്ഷൻ കൂടുതലായിരിക്കും.
പിന്നെ അത് മാത്രമല്ല ഇലക്ട്രിക്കൽ പാർക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. സീറ്റ് വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ആ ഒരു സ്വിച്ചും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഡ്രൈവറിനും കോ ഡ്രൈവറിനും സീറ്റ് തണുപ്പിച്ചിട്ട് പോകാൻ പറ്റും. അത് നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ കംഫർട്ടും കാര്യങ്ങളും എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അവിടെ നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് നമ്മൾ അടച്ച് തുറന്ന് ഇതാണ് ബാക്ക് സീറ്റിൻ്റെ വശം. ഇവിടെ നമുക്ക് ഒരു വിൻഷീൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിൻഷീൽഡ് വരുന്നുണ്ട്. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ സീറ്റിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ക്രോം ഫിനിഷുള്ള ഒരു ഭാഗം താഴെ വരുന്നുണ്ട്. സീറ്റിൻ്റെ അവിടെ ഫുൾ റെഡ് ടോണുള്ള ഐറ്റംസ്, ഒരു പഫ് വരുന്നുണ്ട്. അതിൽ എൻ ലൈൻ എന്നുള്ള ബാഡ്ജിങ് കാണാം. കണ്ട, ഇവിടെ സ്റ്റിച്ചിങ് എല്ലാം റെഡ് കളറിലാണ് വന്നേക്കണേ. അടിപൊളിയായിട്ടില്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു അക്സസറീസ് ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. സെൻട്രൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ബാക്കിൽ പാഴ്സൽ ഡ്രൈവും വരുന്നുണ്ട്. ടോട്ടലി ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ഐറ്റംസ് ആണ് ബാക്കിലും മാറുള്ളൂ. ബാക്കിലും നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെയും ചാർജിങ് സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചാർജിങ്. ഇനി നമുക്ക് ബോണറ്റ് തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടത്തെ നോക്കി നോക്കാം, എന്തെല്ലാം മാറ്റങ്ങൾ അവിടെയും വന്നിട്ടുണ്ടെന്ന്. ഈ സൈഡിൽ നമ്മുടെ പോപ്പുലർ ഹുണ്ടായുടെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരിലുള്ള പോപ്പുലർ ഹുണ്ടായാണ് നമുക്ക് വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നേക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുന്നത് വൈറ്റ് വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. അകത്ത് വാഹനം ഓണാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്ത് കാണിച്ചിരുന്നത്. 1.5 ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഈ എൻ ലൈൻ എന്ന് പറഞ്ഞുള്ള വേരിയൻറ്റിൽ. 4 സിലിണ്ടറും 16 വാൾവ്സാണ് വാഹനത്തിൽ വരുന്നത്. അത് മാത്രമല്ല 160 PS പവറും 253 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8.9 സെക്കൻഡിൽ 0 to 100 അടിക്കാൻ പറ്റൂടാ. എന്തുട്ടല്ല ചെമ്മട്ട സാധനം എന്ന് പറഞ്ഞാൽ ചെമ്മട്ട സാധനം. വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4330 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 1790 mm ആണ് വരുന്നത്. ഈ സ്വിച്ച് ഞെക്കി പിടിച്ച വാഹനമാണ് കേട്ടോ. ജസ്റ്റ് ആദ്യം ലോക്ക് ആക്കണം, വാഹനം ഓണായി. എങ്ങനെയുണ്ട്? ഇനി ആ സ്വിച്ച് തന്നെ ഞെക്കി പിടിച്ച വാഹനം ഓഫ് ആവുകയും ചെയ്യും. അത്രയും ലേറ്റസ്റ്റ് ടെക്നോളജി. ഇതിന് മുമ്പുള്ള ക്രെറ്റയിലുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതാണ്. വാഹനത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1635 mm ആണ് വരുന്നത്. വീൽ ബേസ് എന്ന് പറയുന്നത് 2610 mm ആണ് വരുന്നത്. അടിപൊളിയായിട്ടില്ലേ? ഫ്രണ്ടും ബാക്കും വാഹനം ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് വന്നേക്കുന്നത്. ഇതൊക്കെ സെയിം ക്രെറ്റയുടെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് വാഹനത്തിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും എത്രയാണെന്ന് നോക്കാം. 433 ലിറ്ററാണ് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഒരു 2-3 ട്രോളി സിമ്പിളായിട്ട് കയറ്റി വയ്ക്കാൻ പറ്റും. നമ്മൾ ഈ എയർപോർട്ട് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ. താഴെ നമ്മുടെ ടയർ വരുന്നുണ്ട്. 60-40 സീറ്റ് കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നത്. കൈകൊണ്ട് തന്നെ നമ്മൾ അടയ്ക്കണം. അപ്പോൾ വാഹനം ഇങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? ഇന്നത്തെ ഒരു ദിവസം മഴ ദിവസമാണ്, അപ്പോൾ തന്നെ ആ ചില്ലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. വൈപ്പറൊക്കെ ഒന്ന് പറയണ്ടല്ലോ, എൻ്റെ മോനെ നല്ലൊരു വടിയാണ് വടിച്ചു പോണേ വൈപ്പർ ഇടുമ്പോൾ. ഇതാണ് നമ്മൾ മഴ പെയ്യുമ്പോൾ അകത്തത്തെ ആ ഒരു കളർ ടോണും കാര്യങ്ങളും. നല്ല രസമല്ലേ? അടിപൊളിയല്ലേ? 26 ലക്ഷത്തി സംതിങ് ആണ് ഈ വാഹനത്തിന്റെ പ്രൈസ്. ഞാൻ എക്സിക്യൂട്ടീവിന്റെ നമ്പറും കാര്യങ്ങളും താഴെ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.